അസ്സലാമലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നല്ല വെജിറ്റബിൾ ചിക്കൻ കറി കേട്ടാ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് തയ്യാറാക്കാം. ഇതിന് ഒരു ഉരുളിയാണ് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പാകത്തിന് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് സബോളയും കൊണ്ട് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വഴറ്റിയെടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇഞ്ചും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ച പേസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർക്കേണ്ടതായിരുന്നു. എനിക്ക് പറ്റിയ അബദ്ധം, അത് ഞാൻ വിട്ടുപോയി. അപ്പം അത് കാരണം ഇത് ഞാൻ പിന്നെ ചേർക്കണത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത് ഈ സബോള വഴറ്റുന്നതിൻ്റെ ഒപ്പം തന്നെ അതും കൂടെ ഇടണം കേട്ടോ. അപ്പോൾ ഇനി അതിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, സ്വല്പം ചിക്കൻ മസാല, ഉലുവപ്പൊടി, ഇതെല്ലാതും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ശേഷം ഞാൻ കണ്ടില്ല എൻ്റെ അബദ്ധം ഞാൻ പറഞ്ഞത്. അബദ്ധം മുന്നേ നിങ്ങൾ ചേർക്കണം കേട്ടോ. എന്നിട്ട് ഈ മസാലയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷം നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് വേപ്പില, മല്ലിയില, പുതിന ഇതെല്ലാതും ചേർത്ത് കൊടുക്കുക. തക്കാളിയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതെല്ലാതും കൂടെ ഒന്ന് നല്ല മിക്സ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇനി നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കാം. ഇനി ഈ കറിയെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചതിൻ്റെ ശേഷം ഇനി അതിലേക്ക് കഴുകി വാര വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇട്ടിട്ട് കൊടുത്തിട്ട് കറിയും എല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി അതൊന്ന് അടച്ച് വെക്കുക. ഏകദേശം ചിക്കൻ ഒരു പകുതി വേവായിട്ട് വെച്ചെങ്കിൽ നമുക്ക് ഇനി മുറിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾ, ക്യാരറ്റ്, പൊട്ടാറ്റോ, ക്യാപ്സിക്കം, ബീൻസ്, 2 പച്ചമുളക് നടുകീറിയിട്ട് അത് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ ഇതെല്ലാം ഏകദേശം വെന്ത് കിട്ടും. ഇനി അതിലേക്ക് തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ വറുത്തതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത് തന്നെ ഇട്ടേരാട്ടാ. അത് എനിക്ക് സ്റ്റോർ ചെയ്തേക്കാം തേങ്ങ വറുത്തിട്ട്. അപ്പോൾ അത് അരച്ച് വെച്ചത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടാണ് ഞാൻ 1 കപ്പ് വെള്ളത്തിൽ അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ലോണം ഇളക്കി കൊടുത്ത് ഇത് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിന് ഒരു ചട്ടി തീ ഓഫ് ചെയ്തതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായി വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെറിയ ഉള്ളിയും കൂടെ കട്ട് ചെയ്തിട്ട് മൂത്ത് വരുമ്പോൾ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് ഈ കറി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഈ കറി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ, പത്തിരിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യുകയും ചെയ്യണേ.